അച്ഛൻ ചെസ് കളിക്കൂ? പിന്നെ നല്ല കളിക്കാരനാ. ക്ലബിലൊക്കെ പോയ സകല അവനെ തോപ്പിച്ചിട്ടേ വരുള്ളൂ. ഇതെന്താ ബാറോ? ആ കൊച്ചു കഴിക്കുവോ? അച്ചായന് ഇച്ച കഴിക്കും. ഇച്ചിരി കഴിക്കാനാണോ ഇത്രയും കുപ്പികൾ? അല്ല, എത്രയൊക്കെ കഴിച്ചെന്ന് വെച്ചാൽ അച്ചായനെ കൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അച്ചായന്റെ ആദ്യത്തെ പുള്ളിക്കാരി ഇല്ലായിരുന്നു, ഐറ്റിയിലെ നഴ്സ്. അവരുണ്ടായിരുന്നപ്പോൾ മുകളിലത്തെ നില മുഴുവൻ ഒരു പ്രാർത്ഥനാ മുറി പോലായിരുന്നു. എന്നിട്ടെന്നാ കല്യാണം തീരുമാനിച്ചതേ ഈ മുറി റെഡിയാക്കി അച്ചായൻ ആദ്യം ചെയ്തത്. കേറുക. എന്നാ മോള് വിശ്രമിച്ചോ, സാധനങ്ങൾ ഞാൻ ഇങ്ങോട്ട് എത്തിക്കാം. എടാ സന്തോഷേ, എന്റെ കല്യാണ കാര്യം പറഞ്ഞപ്പോ നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞു എന്നതാ, ആ റോഡ് കെട്ടി കിടക്കണമെന്നല്ലേ? വേലി എല്ലാം താ പൊളിച്ചു തൊലിച്ചു വെച്ചേക്കുന്നു. ഇരുട്ട് കണ്ട പെണ്ണുങ്ങളുടെ പാവാട പൊക്കുന്ന അവന്മാരല്ലാതെ വേറെ ആരെങ്കിലും ഈ പണി ചെയ്യടാ? ഇനി അത് വേണ്ട. അത് തന്നെ കുറച്ച് ചുറ്റുവളഞ്ഞു പോട്ടെ നാറുകള്. അങ്ങനെയല്ലെന്ന് കല്ല് വെച്ച് കെട്ടിടക്കി നീ വേണ്ട പോണ്ട. നാളെ തന്നെ തുടങ്ങണം. അതെങ്ങനെയാണോ? 2 ആഴ്ച എങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? 2 പണിക്കാരോടുന്ന കേസല്ലേ ഉള്ളൂ. പിന്നെ നീ നിന്റെ സൗകര്യം വിളിച്ചു. സന്തോഷം, അവൻ അങ്ങനെ ഒരു കൊതമ്പൊക്കി നാറി. ഈ കഴപ്പൻ രാത്രിയിലും നിന്റെ ഈ കുഴ കുടഞ്ഞ ഇരുപ്പ കാണുമ്പോ എന്റെ സെലേനെ. മോളെ, എന്താ ചേച്ചി ഉച്ചയ്ക്ക് എന്നതാ ഉണ്ടാക്കണ്ടേ? അതെന്തെങ്കിലും പച്ചക്കറി മതി. അയ്യോ കൊച്ചേ, ഇതൊന്നും അകത്തോണ്ട് വയ്ക്കുന്ന അച്ചായന് ഇഷ്ടമല്ല കേട്ടാ. എന്താ? അല്ല, ആ കാര്യത്തിലൊക്കെ അച്ചായൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പ്. എന്തു പറഞ്ഞു? ജീവനുള്ള ഇതുങ്ങളെ പിടിച്ച് അകത്തോണ്ട് വയ്ക്കുന്നതേ ജയിലിലിടുന്ന പോലെ അല്ലേ? അതൊക്കെ ഐശ്വര്യക്കുറവന്നേ. അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. എൻ്റെ വീട്ടിലൊക്കെ നിറച്ചും ചെടികളാണ്. ആണോ? എന്നിട്ട് അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലേ? ദേ വരുന്നു, ഞാൻ പോവാണേ. ഇതൊക്കെ എന്നതാ? രതിയൊന്നും പറഞ്ഞില്ലേ? എന്നെ അല്ല, പറഞ്ഞിരുന്നു മറ്റോ. നീ ഒരു വായനക്കാരിയെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പുസ്തകങ്ങൾ തപ്പുകയായിരുന്നു. നല്ല ഉഗ്രം പുസ്തകങ്ങളാ. എൻ്റെ അനിയൻ ജോണിന്റെ ഭാര്യ ഇതൊക്കെ വായിച്ചിട്ട് അവളൊന്ന് ഒതുങ്ങി. ഇതൊക്കെ വായിച്ചു കഴിയുമ്പോ നീയും ഒരു 1-ാം തരം കുടുംബിനിയാവും, ഉറപ്പാ. അച്ഛൻ ചെസ് കളിക്കൂ? നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ. എന്നാ ഞാനൊരു ഗെയിം സെറ്റ് ചെയ്യട്ടെ. എന്തേ? ആ കഴപ്പന്മാര് കുണച്ച് എന്റെ വീട്ടിലോട്ട് കയറിയോ? എന്നാലൊന്ന് കാണട്ടെ. എടാ ബേബിയെ, ഏത് പരന്നാറുകളാ എൽദോസിന്റെ പണി തടയാൻ നിൽക്കുന്നത്? ഇതുവഴി വണ്ടി പോണ്ടായോ? എന്നാ വണ്ടി പോണല്ലേ? ഞാൻ കെട്ടിയ വേലിയും പൊളിച്ചേച്ച് മറ്റേ കൂടെ നിന്റെ വണ്ടി അങ്ങോട്ട് കയറ്റിക്കൊണ്ടോ അല്ലേ? ആരാടാ ഇത് പൊളിച്ചേ? ആണോ? പൊതുവഴിയാന്ന് നിന്റെ അപ്പനങ്ങ് തീരുമാനിച്ചോ? എടാ, കഴിഞ്ഞ 1 മാസം മുന്നേ പറഞ്ഞോ ഇനി ഇതുവഴി പോകാൻ പറ്റില്ല എന്ന്. കല്ലെടുത്തുള്ള
തന്റെ ഒരു തുമ്പ്. അയ്യോ മാറി നിൽക്കണ ഊളകളെ. അയ്യോ അച്ചായ എന്താ എന്തു പറ്റി? അല്ല ഇതാരാ? അച്ഛൻ്റെ പുതിയ ഭാര്യ നീ എന്തിനാ ആണോ? ഇടക്ക് ടെറസിന്റെ മുകളിലൊക്കെ അല്ല കാണാറില്ല. ഞാൻ ഒരു ശബ്ദം കേറിപ്പൊടി അത്തോട്ട് കേറിപ്പോൻ. ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കാണുന്നേ. കൊള്ളാലോ സാധനം. ആരാടാ ആരാടാ അത് പറഞ്ഞ ആരാ പറഞ്ഞത്? ആരാടാ? അച്ഛാ അച്ഛാ അച്ഛാനിങ് വന്നേ. അച്ഛാനിങ് വന്നേന്നേ. എന്താ അച്ഛാനിപ്പോ ഒരു കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നല്ലേ? അതിന്? അല്ല അതിനൊന്നും ഇല്ലേ. ഈ ഉള്ളനോട് എന്തിനാ അച്ഛൻ സംസാരിക്കാൻ നിൽക്കുന്നത്? നമുക്കിവിടെ റോഡ് അടച്ചു കേട്ടോ. കെട്ടണം. കെട്ടിയിരിക്കും. അച്ഛാനിപ്പോ പോയിട്ട് ആ കൊച്ചിനെ ഒന്ന് സമാധാനിപ്പിക്കും. ഇനി ഈ ഊളകളൂടെ കിടന്ന് മിണക്കരുത്. മെണക്കേല മെണക്കേലെന്നേ. എന്നാലും ഇപ്പൊ നമ്മൾ തടഞ്ഞില്ലേ, കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു. നീ ആ മെമ്പറെ വിടാ. അച്ഛാ ഞാൻ ഏറ്റു കേട്ടോ. എന്നാ പോവാ. അല്ല പിന്നെ മക്കളെ നിങ്ങൾക്ക് ഇപ്പൊ എന്നാ വേണ്ടത്? ഡേ, നീ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഒരു 2-3 ആഴ്ചയെ കാണും. ആ, ഈ 3 ആഴ്ച കൊണ്ട് നീ നിന്റെ പേരും പറപ്പടം നാട്ടുകാരുടെ മുന്നിൽ തുറന്ന് മനസ്സിൽ വെച്ചു. അല്ലാണ്ട് കൂസിച്ച് ആ വായ നോക്കി പിള്ളേര് പറയുന്ന കേട്ടാണ് അച്ഛൻ ഒച്ചെടുക്കുന്നത്. അപ്പൊ അമ്മയുടെ വായിന്നോട്ട് ഇവിടം വരെ എത്തിയല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഭ്രാന്തിക്ക് പറയുന്നേ. ഡേ, നീ എന്താണ് അവന്മാര് പറഞ്ഞെന്ന് കേട്ടോടി? കേട്ടു. വല്ലാത്ത കുഴപ്പമുള്ളവർ ഇങ്ങനത്തെ വർത്താനൊക്കെ പറയുള്ളൂ. എന്നെ നിനക്കറിയില്ല. ഇരിക്കടി. നോക്കട്ടെ. ഓ, ഇച്ചിരി നിലം തൊടാമണ്ണും ചെന്നിനായകവും മുട്ടവെള്ളയിൽ അരച്ച് വയ്ക്കേണ്ട എതിയോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പരട്ടിത്തരാം. ഈ പാടൊക്കെ ഇങ്ങനെ കിടക്കുന്ന മോശമാ. ഇതിനുള്ള മരുന്നൊക്കെ അറിയോ? പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൾ. നീ ഒന്ന് റീസെറ്റ് ചെയ്യ്. നമുക്കൊരു ഗെയിം കളിക്കാം. വാ. എന്നും ഞാൻ കളിക്കുകയില്ലെങ്കിലും കളിച്ചാ ഇരിപ്പതായിരിക്കണം എനിക്ക്. നിനക്കറിയോ, കുറുപ്പ് രഘു എൻ്റെ അടുത്ത് മാത്രമേ അടിയറോ പറഞ്ഞിട്ടുള്ളൂ. അയ്യോ ബുദ്ധിമുട്ടാവോ? നീ പേടിക്കണ്ടടി. ആടെ ഒന്നും ഞാൻ നിന്റെ അടുത്ത് എടുക്കുകയല്ല. ഇവിടെയും ഞാൻ നിന്റെ അടുത്തൊരു മയത്തിൽ പെരുമാറണ്ടടി. അതല്ല, അച്ഛനെ ഞാൻ തോപ്പിച്ച അച്ഛനത് ബുദ്ധിമുട്ടാവോ? നീ കളിക്ക്. എന്റെ റാണി മിടുക്കിയാണല്ലോ. കളിക്ക്. പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അച്ഛൻ മാപ്പ് പറയാണോ? 2 നീക്കം കഴിയുമ്പോൾ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചു കയറ്റി തരും ഞാൻ. അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോന്ന്. കളിക്കടി കളിക്കടി. ചെക്ക്മേറ്റ്. ഈ പിശാചിന്റെ തിട്ടം നിന്നോട് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലടി.
അവളൊരു കളിക്കാരി, എന്നെ തോപ്പിക്കും. എത്ര തവണ പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നാടി എന്നാടി ഇത്ര ചിരിക്കാൻ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ റോണി സക്കറിയ, അഡ്വക്കേറ്റാണ്. ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത്. ഹായ്. സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ. അച്ചായനോ? അകത്തുണ്ട്. വക്കീലേ, ഗുഡ് മോർണിംഗ്. അച്ചായന് മൊത്തത്തിൽ നല്ല ടൈമാണല്ലോ. അതെന്നതാ വക്കീലേ? അല്ല, നമ്മൾ പൊതുവെ തോക്കുന്നു വിചാരിച്ച കേസാണല്ലോ ഇത്. വക്കീലേ, സർക്കാരിനി അപ്പീലിനോ മറ്റോ പോവോ? ഏയ്, അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അന്തിമ വിധിയാന്ന് ഉറപ്പിക്കല്ലേ? പിന്നല്ലാതെ അന്തിമ വിധി. ഇനിയിപ്പോ താലൂക്ക് ഓഫീസിൽ ചിലരുടെ മിനുക്ക് പണികളുണ്ട്, അത് ഞാൻ ചെയ്തോളാം. നമ്മുടെ എസ്റ്റേറ്റിന്റെ അതിര് ഓർമ്മയില്ലേ? ഒന്ന് പോയി കണ്ടുകളാം. എൻ്റെ വക്കീലേ, ഞാൻ എൻ്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ മറന്നുപോയേക്കാം, എന്നാലും ഭൂമിയുടെ അതിര് മറക്കുകയില്ല. ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാണ് കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയപ്പാപ്പൻ പറയുമായിരുന്നു. ചായ കുടിക്ക്. മാഡത്തിന്റെ വീട് അങ്ങ് കോന്നിക്കപ്പുറത്താ. അവളുടെ വീട്ടുകാർക്കൊരു സഹായം, എനിക്കൊരു കൂട്ടം. ചെല്ല. കണ്ണോടി, അറവിടം വീണ്ടും വീണ്ടും നിന്ന് കൊലയ്ക്കുന്നത്. കൊലിച്ചു നിൽക്കുന്ന ആ എസ്റ്റേറ്റ് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ. ഓ, നീ കണ്ടിട്ടില്ലല്ലോ? കൊണ്ടുപോയി കാണിച്ചേക്കാം. ഇന്ന് പോയാലോ? ഇന്ന് ഈ എസ്റ്റേറ്റിൽ ഇച്ചിരി പണിയുണ്ട്. ഈ അറവിടൻ സിംഹത്തിന് ഇന്ന് ഇത്തിരി ശൗര്യം കൂടുതലാണല്ലോ. ശൗര്യം കൂടാതെ ഒക്കെയല്ലോ. ഇങ്ങോട്ട് നീ കണ്ടില്ല എന്ന് പറഞ്ഞ ആ എസ്റ്റേറ്റില്ലേ, അത് നോക്കിയേ. ആ കുന്ന് കണ്ടോ? അവിടം തൊട്ട് തുടങ്ങി ആ പുഴയുടെ അതുവരെ. പിന്നെ ആ വെള്ളച്ചാല് കണ്ടോ? അവിടെ നിന്ന് അങ്ങോട്ട് ആ കുന്നിനപ്പുറം വരെ. പിന്നെ വാ, ഇത് കൊറേ ഉണ്ടല്ലോ. ആ പള്ളി കണ്ടോ? അവിടെ നിന്ന് അങ്ങോട്ട് ഒക്കെയും നിനക്ക് ആനന്ദിക്കാൻ വേണ്ടി ഈ അച്ചായം വെട്ടിപ്പിടിച്ച സാമ്രാജ്യമല്ലടി എന്റെ മഹാറാണി. പിന്നെ പിന്നെ ഞാൻ വന്നേ പിന്നല്ലേ ഈ ചക്രവർത്തി കേസൊക്കെ ജയിക്കാൻ തുടങ്ങിയത്. അതങ്ങനെയാ. എല്ലാ വലിയ പാപ്പം പറയുമായിരുന്നു, അറവീടന്മാർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതേ പെണ്ണുങ്ങളുടെ കാലിൻ്റെ നിന്ന്. നമുക്കങ്ങോട്ട് ആനന്ദിക്കാടി. എന്നാ എനിക്കും കൂടി ഇച്ചിരി താ. അത് പറ്റില്ല. അതെന്നാന്നറിയോ? എൻ്റെ അനിയൻ അമേരിക്കയുള്ള നാറ് ജോണി നിനക്കറിയില്ലേ? അവൻ വിലോയെ കെട്ടിക്കൊണ്ടുവന്ന പുതുമോടിക്ക് ഒരു ദിവസം 2 പെഗ് അവ കൊഴിച്ചു കൊടുത്തു. 2 4 4 8 പിന്നെ കണക്കില്ലാതായി. കൊടുക്കാം. അവൾ അവൻ്റെ കീഴ്താപ്പി ചവിട്ടി കലക്കി. അതിനൊന്നുമില്ല, അറവീട്ടിലെ പെണ്ണുങ്ങൾക്ക് വെള്ളവടി വേണ്ടെന്നൊന്ന് തീരുമാനിച്ചു. ആര് തീരുമാനിച്ചു? ഞങ്ങൾ അറവീട്ടിലെ ആണുങ്ങളങ്ങ് തീരുമാനിച്ചു. പിന്നെ നിന്റെ പരമാനന്ദം അത് ഞാനല്ലേ. ഒരു പരമാനന്ദം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാനല്ല അറിയൂ.